ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ വീണ്ടും നമ്മുടെ ഗാർഡനിലെ പരിപാടികളായിട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് കുറേ ചട്ടികൾ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. കുറേ നാളുകൾ കൂടിയിട്ട് ഇന്ന് കുറച്ച് ചട്ടികൾ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിനകത്തൊരു ഇൻഡോർ വയ്ക്കാനുള്ള ചട്ടിയും കൂടി വാങ്ങി. പിന്നെ ഇതാ സ്പ്രേ ബോട്ടിൽ, പിന്നെ അതുപോലെ തന്നെ കീടനാശിനിക്കുള്ള ഒരു മരുന്ന്. കുറേ പുഴുക്കൾ നമ്മുടെ ചെടിയിൽ വന്നുകൂടിയിട്ടുണ്ട്. ആദ്യം തന്നെ ഈ കുഞ്ഞൻ ചട്ടിയിൽ നിന്ന് ഈ ഒരു ചെടീനെ എടുത്ത് നമുക്ക് മാറ്റി നിറഞ്ഞോട്ടാം. അപ്പം അത് പതിവ് പോലെ ഞാൻ മണ്ണൊക്കെ വാരി കൂട്ടി റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇരുന്നിട്ട് പണി തുടങ്ങും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാൻ എൻ്റെ കാലിലെ ചെരുപ്പൊക്കെ ഒന്ന് ഊരിക്കളയണ്ടിട്ടോ. നമ്മൾ മണ്ണിൽ പണിയെടുക്കുമ്പോഴത്തേക്കും ചെരുപ്പൊക്കെ ഊരി നല്ല ഫ്രീ ആയിട്ട് ഇരിക്കണട്ടോ എനിക്കിഷ്ടം. അപ്പോൾ ആ ചെടി അടർത്തൽ എന്നൊരു കലാപരിപാടി ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു കുഞ്ഞൻ ചെടി കുറേ നാളായിട്ട് ഈ ചട്ടിയിൽ ഇരിക്കണട്ടോ. എനിക്ക് ഭയങ്കര വിഷമം വരുന്നിട്ടാ. വേറൊന്നുമില്ല, ഇതിൽ നല്ല അടിപൊളി പൂവൊക്കെ ആയിട്ടുണ്ട്. അപ്പത്തോട്ട് ഞാൻ ആലോചിക്കണേ ഇതിനൊന്ന് വലിയ ചട്ടിലേക്ക് മാറ്റി നടണമെന്ന്. കൈയോടെ ചട്ടി വാങ്ങിച്ചപ്പോൾ ആദ്യം ഞാൻ എൻ്റെ കുഞ്ഞൻ ചട്ടി മാറ്റിയിട്ടും ഈ ചെടീനെ അടിപൊളിയായിട്ട് ഇതാ വലിയ ചട്ടിലോട്ട് നട്ടിട്ടുണ്ട്. കുഴപ്പമില്ല, ഇനി ഇത് പിടിച്ച് കിട്ടിയാൽ മതി കേട്ടോ. അപ്പം മണ്ണൊക്കെ ഒന്നും കൂടി വലിയ ചട്ടി ആയതുകൊണ്ട് കുറച്ചുകൂടി മണ്ണ് ആവശ്യമുണ്ട്. അപ്പം മണ്ണൊക്കെ വീണ്ടും ഇട്ട് ഞാൻ അത് സെറ്റ് ചെയ്യാനുണ്ട്. ഇനിയും 3-4 ചെടികളും കൂടി ഉണ്ട് കേട്ടോ നമുക്ക് മാറ്റി നടാനായിട്ട്. അപ്പം ഞാൻ ആകെ ടോട്ടൽ ഒരു 5 ചട്ടിയാണ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പം അടുത്ത കുഞ്ഞിച്ചട്ടിനെ ഞാൻ കൈയോടെ പൊക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പം അവനെയും നമ്മുടെ കുഞ്ഞിച്ചട്ടിയിൽ നിന്ന് മാറ്റിയെടുത്തു. എന്നിട്ട് ഇതാ ഞാൻ നമ്മുടെ വലിയ ചട്ടിലേക്ക് ഇതാ നിക്ഷേപിക്കണേ കേട്ടോ. എനിക്ക് ഇതൊക്കെ ചെയ്തു തുടങ്ങിയപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മൾ കഷ്ടപ്പെട്ട് ചെയ്യാൻ തയ്യാറാണെങ്കിൽ എന്തായാലും അത് സക്സസ് ആവട്ടെ. അപ്പോൾ ഈ ഒരു ഹാർഡ് വർക്കിംഗ് കൊണ്ട് നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുമ്പോൾ ആ ഒരു ഹാപ്പിനെസ് ഒന്ന് വേറെയല്ലേ. അപ്പോൾ ഈ ഒരു മഞ്ഞമന്താരം മഞ്ഞളച്ചെടി ഇതിനൊന്ന് മാറ്റി പറഞ്ഞോട്ട് ഇത് നല്ലോണം തഴച്ച് വളർന്നിട്ടുണ്ട്. പക്ഷേ ഇതും ഇരിക്കുന്നത് ഒരു കുഞ്ഞിച്ചട്ടിയിലാണ്. എന്ത് ചെയ്യാനാ. അപ്പോൾ അവനെയും നമ്മുടെ ചട്ടിയിലേക്ക് മാറ്റാമെന്ന് വിചാരിച്ചു. ശരിക്കും നമ്മളിങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ചെയ്തിട്ട് കിട്ടുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, അത് വല്ലാത്തൊരു സന്തോഷമാണ് നമുക്ക് തരുന്നത് അല്ലേ. അപ്പോൾ ഈ ചെടികൾ നട്ട് കഴിഞ്ഞിട്ട് കിട്ടുമ്പോഴും എനിക്ക് അതേ ഒരു സാറ്റിസ്ഫാക്ഷൻ ആണ് കേട്ടോ. നമ്മളായിട്ട് നട്ട് വളർത്തി വലുതാക്കി എടുക്കുമ്പോൾ അവരുടെ ഓരോരോ വളർച്ചകൾ നമ്മളിങ്ങനെ വീക്ഷിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ. ആദ്യം തന്നെ ഇത് കൊണ്ടുവന്നപ്പോൾ ഞാനൊരിട്ട വീഡിയോയിൽ ഞാനത് എടുത്ത് നോക്കിയപ്പോൾ ഈ ഒരു മഞ്ഞ ചെടിയൊക്കെ കുഞ്ഞായിരുന്നു. ഇപ്പം ഇത് വളർന്ന് നല്ല അടിപൊളിയായിട്ട് വലുതായിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഒരു വലിയ ചെടിയിലേക്ക് ഇത് മാറ്റാമെന്ന് വിചാരിച്ചത്. ഞാൻ മാത്രമല്ല കേട്ടോ, ചേട്ടനും എൻ്റെ കൂടെ തന്നെ ഇഷ്ടപ്പെട്ട് നല്ല രീതിയിൽ തന്നെ നമ്മൾ ഒരുമിച്ച് തന്നെയുണ്ട് രണ്ടുപേരും ചെയ്യണതും. അതുകൊണ്ട് തന്നെ നമുക്കൊരു ബോറടി ഇല്ല. ഇപ്പോൾ ഒറ്റയ്ക്കാണെങ്കിലും കുഴപ്പമില്ല. എന്നാലും ചേട്ടനും ഈ കാര്യങ്ങളിലൊക്കെ ഭയങ്കര ഒരു താല്പര്യമുള്ള ഒരാളായതുകൊണ്ട് ഞാൻ ഭയങ്കര ലക്കിയാണ് കേട്ടോ. അപ്പോൾ ജോലി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ കുട്ടികളെ നോക്കുന്നത് പോലെ തന്നെ ഫസ്റ്റ് തന്നെ നമ്മൾ ചെടികളുടെ കാര്യങ്ങളിലേക്കാണ് കേട്ടോ വൈകിട്ടായാലും പോകുന്നതും. പിന്നെ സൺഡേ ഫ്രീ ടൈം കിട്ടിയാലും ഇത് തന്നെ പരിപാടിയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ആകെയുള്ള ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്ഥലം തീരെ കുറവാണ് കേട്ടോ. വളരെ കുറച്ച് സ്ഥലങ്ങളേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ചട്ടി ഇൻഡോർ വയ്ക്കാനുള്ള ചട്ടിയാണ് കേട്ടോ. അപ്പോൾ അതിൽ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചൊരു കുഞ്ഞു ചെടി ഉണ്ടായിരുന്നു. അതിനെ കൈയോടെ ഇതിനകത്ത് വെക്കണുണ്ട്. അപ്പോൾ അത് നമ്മുടെ TV സ്റ്റാൻഡിൻ്റെ അവിടെ കൊണ്ടുവെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് ഞാൻ റെഡിയാക്കി. അപ്പോൾ ഇനി ഞങ്ങൾ കുറേ കൃഷികളും കൂടി, കൃഷി എന്ന് പറയുമ്പോൾ കുറേ പച്ചക്കറികളും കാര്യങ്ങളൊക്കെ ചെയ്യാമെന്നൊക്കെ വിചാരിക്കണുണ്ട്. അപ്പോൾ അതിനു വേണ്ടി വാങ്ങി വെച്ച കുറേ ഗ്രോ ബാഗുകൾ ഇപ്പം ഞങ്ങൾ വേറെ കുറച്ച് ചെടികളൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇന്നത്തെ നമ്മുടെ പരിപാടികളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടവർ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ടാറ്റ, സീ യു. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റ.